ശ്രീകാന്ത് രണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതാ. കുഞ്ഞാവേന്ന് കാണട്ടടി. ഇത് നല്ല വെളുത്ത കളറിലെ കന്യാസ്ത്രീകൾ എന്നാ പറഞ്ഞത്. ശരിക്കും കന്യാസ്ത്രീ പോലെ തന്നെ രണ്ടുപേരും. ഇപ്പം നമ്മുടെ അമ്മണിക്കുട്ടി 4 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കൊച്ചുങ്ങളൊന്നും കാണുന്നില്ല, ബ്രൂണോ എന്തിയെ, ബ്രൗണി എന്തിയെ, പുറകെ കിടന്നവരൊന്ന് കാണിക്കുന്നുണ്ട്. അതെ, കുറെ പേര് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരെ രണ്ടുപേരെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇവിടെ ഉള്ള ബാക്കി ഉള്ളവരെ എല്ലാരെയും അപ്പോ നിന്നെ കാണിക്കട്ടെ, നിന്നെ കാണിക്കാം. എന്താ വരുന്നത് ഞങ്ങള്. നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും കൂടെ എന്താ വേണമെന്നും പറഞ്ഞ് നിൽക്കാണ്ട കാണിക്കുന്ന ഓരോ. എന്താ ബ്രൗണി? എന്താ ബ്രൗണി? അപ്പൊ ബിസ്ക്കറ്റും കൊണ്ട് വന്നാ ബ്രൂണോയ്ക്ക് കൊടുക്കട്ടെ. ബ്രൂണോയ്ക്ക് ഞാൻ കൊടുക്കട്ടെ. ബ്രൂണോട് എന്തിനാ വഴക്കൂടുന്നത്? നീ ബ്രൂണോ എടുത്ത് എന്തിനാ വഴക്കൂടുന്നത്? അതങ്ങ് ബ്രൂണോയ്ക്ക് കൊടുക്കട്ടെ ബിസ്ക്കറ്റ്, നിനക്ക് തരത്തില്ല. നോക്കുന്നുണ്ടോ പപ്പ ബിസ്ക്കറ്റ് എടുക്കാൻ പോയേക്കുവാണോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അവൻ. ഷേക്കാൻ്റെ ഇറങ്ങി തരാം. ഷേക്കാൻ്റെ താ, ഷേക്കാൻ്റെ താ, ഷേക്കാൻ്റെ എന്ത് രണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതാ. ബ്രൂണോയ്ക്ക് കൊടുക്കട്ടെ. നീ മുട്ടനായിപ്പോയി വൃത്തക്കേടോ. ആ നമ്പരമാണ് വികൃതി പിടിച്ച പിള്ളേരെ കൂട്ടാ. ഷേക്കാൻ്റെ തന്നെ, ഷേക്കാൻ്റെ അമ്മയ്ക്ക് ഷേക്കാൻ്റെ ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് തരാം. എഴുന്നേറ്റ് നിന്ന് തരാം. എഴുന്നേക്കണം കിടക്കുവാന്ന് വന്നേരം. എന്തുവാ ഷേക്കാൻ്റെ ഉണ്ടോ? ഷേക്കാൻ്റെ തരാമോ? ഷേക്കാൻ്റെ തരാമോ? നിനക്ക് ബിസ്ക്കറ്റ് വേണോ? ഷേക്കാൻ്റെ തരാമെങ്കിൽ തരാം. നീ എന്താ ഷേക്കാൻ്റെ കൊച്ചിന് കൊടുക്കാം, എന്നെ കൊടുക്കണ്ട. എന്താ അവനെ ഷേക്കാൻ്റെ ഇരുന്നില്ലല്ലോ. രണ്ടുപേരുടെ എപ്പോ അടുത്ത് കെട്ടിയാലും ഇങ്ങനെ ബ്രൗണിക്ക് അവനെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം. രണ്ടുപേരെ എത്താത്ത രീതിയിൽ കെട്ടിയിട്ട അത്രയും സന്തോഷം. അല്ലെങ്കിൽ രണ്ടുപേരെ അവനെ എത്തി എങ്ങനെങ്കിലും അവനെ ഞോണ്ടിക്കൊണ്ടിരിക്കും. സുന്ദര കുട്ടപ്പൻ്റെ കൂട്ടങ്ങ് നിൽക്കുക കേട്ടോ. എൻ്റെ ദേഹത്തൊന്നും അഴുക്കൊന്നും പറ്റരുത്, ആരും തൊടരുത്. അതെനിക്കിഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ പ്രാവുകളാണ്. ഒരു ചുമട് പ്രാവുകളായിട്ടുണ്ട്. 4 എണ്ണമായിട്ട് വന്നതാണ്. ഇപ്പൊ ഏതാണ്ട് 6 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഉണ്ട്? 12-20 എണ്ണം അല്ലേ? 12. ഇവര് കൂട്ടി അടച്ചിട്ടേക്കുന്നുണ്ട്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് വരികയൊക്കെ കൂടുക. പിന്നെ എന്ത് ചെയ്യാതെ ആലോചിക്കുന്ന നമ്മള്. അതെ, കൊറേ മുട്ട ഇട്ടിട്ട് പിന്നെ എന്തോ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. കൊറേ ആയിട്ടുണ്ട്. ഞങ്ങളെ ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടാവില്ല, കൂടിന്റെ മേളിൽ കയറിയിട്ട് മുട്ടയിട്ട് വെച്ചിരുന്നുള്ളതാ. അതേത് പ്രാവായിരുന്നു ഇത്? ആഫ്രിക്കൻ ബിസ്ക്കറ്റ് അല്ലേ? ആഫ്രിക്കൻ ബിസ്ക്കറ്റ്. അപ്പൊ അത് 2 മുട്ട ഇട്ട് വെച്ചിരുന്നു. ഒരെണ്ണത്തിനെ മാത്രമേ വിരിച്ചെടുത്തിട്ടുള്ളൂ. എന്താന്നറിയാൻ വയ്യ. കുഞ്ഞാവേന്ന് കാണട്ടടി. കുഞ്ഞാവേണ്ട ഇനി ഇരുന്നോ. കുഞ്ഞാവയുടെ മേളിൽ ഇരിക്കുക, ചൂടൊക്കെ കൊടുത്ത്. കുഞ്ഞാവേന്ന് ക്യാമറ കാണാനില്ല. ചെറിയൊരു പിങ്ക് സാധനം കണ്ടോ? പ്രാവിനൊരു വൃത്തിയില്ല ഇല്ലയോ? കൂടെല്ലാം അങ്ങ് നശിപ്പിക്കുക. കുഞ്ഞിനെ ഇട്ടങ്ങ് ചവിട്ടുന്നു. കുഞ്ഞിനെ ചവിട്ടുകയാണോ? അയ്യോ, നമ്മളങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. അമ്മ ചവിട്ടിയ കുഞ്ഞിന് വേദനിക്കത്തില്ലെന്നല്ലേ പറയുന്നേ? ആണോ? ആയിരിക്കും. അകത്തോട്ട് നോക്കി ഇവനെ. ഇനി ആ കൂട്ടിനകത്തുണ്ട് 2 പേര് ഇരിപ്പുണ്ട്. കാണാൻ പറ്റുമോ? കുഞ്ഞുങ്ങളിരിക്കുക. മറ്റേ ബിസ്ക്കറ്റ് ആണല്ലേ? നോക്കട്ടെ. 2 പേരുണ്ട്. ക്ലിയർ അല്ല. അത് നല്ലതുപോലെ കാണിച്ചാൽ കാണാൻ പറ്റും.
അത്ര ക്ലിയർ അല്ല ക്യാമറയിൽ. രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മമാരങ്ങ് ഒരു പോക്കാ കേട്ടോ. പിന്നെ ഇനി നിങ്ങൾ വളരെയോ വളരാതിരിക്കുക എന്തെങ്കിലും ചെയ്യുന്ന പോക്ക്. ഞങ്ങൾ അടുത്ത പരിപാടി നോക്കട്ടെ. രണ്ടുപേരുണ്ട് ഇപ്പൊ കാണാം. ക്യാമറ നമുക്ക് അത്ര സൂം ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. പ്രാവിനുള്ള തീറ്റയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ആദ്യമൊക്കെ കുറേയൊക്കെ മേടിച്ചു അല്ലേ, ഇത്രയും മേടിച്ചു, ഒരു രക്ഷയില്ല. ഇവർക്ക് ഇഷ്ടം പോലെ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മൾ വിചാരിച്ചു റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പ് കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് കാലം ഗോതമ്പും അരിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം ഗോതമ്പൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായത് കാരണം ഇപ്പം അരി മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളത് കൊടുത്ത് ശീലിച്ചത് കൊണ്ട് അവർ അരി കഴിക്കുന്നുണ്ട്. കണ്ടപ്പരുന്ന അരിയാണ് കഴിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രാവിൻ്റെ വില. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒറ്റയായിട്ട് ഒരു മുട്ടയെ വിരിഞ്ഞോളായിരുന്നത്. ഇതിൻ്റെ പൊടിയൊക്കെ അലർജി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കയ്യൊക്കെ ഉണ്ടായിക്കോളൂ അല്ലേ. ഇനി രണ്ടുപേരുണ്ട് നല്ല വെള്ള കളർ സുന്ദരന്മാർ. അവരെ കാണിച്ചു തരാം. ഇത് നല്ല വെളുത്ത കളറിലെ കന്യാസ്ത്രീകൾ എന്നാണ് പറഞ്ഞത്. ശരിക്കും കന്യാസ്ത്രീ പോലെ തന്നെ രണ്ടുപേരും വന്നിട്ട് അതുപോലെ നിൽക്കും അല്ലേ അമ്മി? ഒരനക്കവും ഇല്ല. ഇവരെ അവരുടെ നല്ല ലുക്കാ രണ്ടുപേരും. വന്നതുപോലെ നിപ്പോണ്ട് രണ്ടുപേരും. ഒരു മുട്ട പോലും ഇട്ടിട്ടില്ല. നല്ല രസം രണ്ടിനും കാണാൻ. എന്തുവാണ് നടക്കുന്നേ? വെറുതെ അവനായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇവിടേക്ക് അവൻ തൊടുന്ന പ്രവണി അവനെ വെറുതെ വിട്ടൂടെ? കടിയൊന്നും കൂടല്ല, വെറുതെ സ്നേഹം കൊണ്ട് കടിക്കുന്നേ. ബ്രൗണി ഇത്തിരി അടങ്ങടാ നീ. വെറുതെ അവന്റെ ബെൽറ്റ് അടിച്ചോണ്ടിരിക്കും, അവന് ചെവി അടിച്ചോണ്ടിരിക്കും, നേരത്തെ വാല് അടിക്കുന്നുണ്ട്. അവനെ കളിക്കാൻ വിളിക്കുക, മേളിൽ കയറ്റാനായിട്ട്. ബ്രൂൺ അങ്ങ് മേളിൽ കയറ്. അതല്ലേ ബ്രൗണി വിളിക്കുന്നത്, അങ്ങ് കയറ്. അടി കൂടരുത്. അവന്റെ വാല് അടി കൂടെ അത് വല്ലതും കിട്ടാനേ. ബ്രൗണിക്ക് ബ്രൗണി നിനക്ക് അവൻ്റെ നിന്ന് കടിയൊക്കെ കിട്ടണം. വെറുതെ അവനെ പിരിയേറ്റിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. റബ്ബർ ബന്ധ് കുതിക്കുന്ന മാതിരി സ്നേഹമായി. ബ്രൗണിക്ക് ഭയങ്കര രസമാണ്. മതി 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 മതി, ഇന്നത്തെ കളി മതി. ബ്രൂണേക്ക് ഒട്ടും പിടിക്കത്തില്ല. ബ്രൗണിയാണ് കളിക്കൂല്ലോ അവനെ. ബ്രൂണോ നമ്മുടെ ബ്രൗണി കളിക്കൂല്ലയോ? ബ്രൂണോ എടുത്ത് കളിക്കാനൊക്കും.
ചാടി ചാടി അങ്ങ് നിക്കുക, പിന്നെ ചെവി അടിക്കുന്നു. ഇവിടെ നമ്മൾ കോഴി എടുക്കാൻ വന്നപ്പോൾ ദൂരത്ത് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുക, ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ. അവനെ ശ്രദ്ധിച്ചാൽ മതി എന്നാ പറയുന്നത്. അപ്പോൾ അവന് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഈ കോഴികളെല്ലാം അങ്ങേയറ്റം പോയി നിൽക്കുക പേടിച്ച്. ഇനി വാതിക്കലോട്ട് വന്ന് അവനങ്ങ് തുടങ്ങും ബഹളം. അവരെ ഓടിക്കും ഇടയ്ക്കിടയ്ക്ക്. മാന്തടാ മാന്ത മാന്ത എല്ലാം മാന്തി വെച്ചേക്കണ്ട, ഫുള്ള് പെയിന്റ് ഇറക്കി വെച്ചേക്കുവേ. ഇതെന്തോ വേണം നിനക്ക്? ഒരു സാധനം ഇവിടെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇവൻ കാരണം. എന്തോടാ ചിരിക്കുന്നേ? വാടിച്ചേക്കടാ. എല്ലാം പേടിച്ച് അകത്ത് കയറിയിരിക്കുക. അതൊന്നും പോക്കാതെ ക്യാമറ മാന്തിക്കൊണ്ടിരിക്കും. അല്ല, നമ്മുടെ കോഴികളെല്ലാം അതിനകത്ത് നിൽപ്പുണ്ട്. 20 പെടക്കോഴിയും ഒരു പൂവനുമാണ് അതിനകത്ത് നിൽക്കുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ പുതിയ കോഴികളൊക്കെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ട കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ആന്നോ? ഒന്നോട്ടോ എന്നെ കഴിച്ചല്ലേ, എന്നെ കഴിച്ചല്ലേ. ഷേക്കാൻ്റെ എന്തിയടാ? ഷേക്കാൻ്റെ 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 എന്തിയെ? ഷേക്കാൻ്റെ ഒരു ഷേക്കാൻ എടുത്താ. ഷേക്കാൻ ദോ മെറഞ്ചേച്ചി വരുന്ന, മെറഞ്ചേച്ചി ദോ വരുന്ന, ദോ വരുന്നു മെറഞ്ചേച്ചി, ദോ വരുന്നു മെറഞ്ചേച്ചി. സുബിനച്ചാച്ചനും വരുന്നു, ബിസ്ക്കറ്റും കൊണ്ട് വരുന്നു. പപ്പയും ദോ ബിസ്ക്കറ്റും കൊണ്ട് വരുന്നു. പപ്പ ദോ ബിസ്ക്കറ്റും കൊണ്ട് വരുന്ന. അപ്പോൾ ഇനി നമ്മുടെ മുയലിന് നമുക്ക് പെല്ലറ്റ് കൊടുക്കാം. 2 പേരും ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ഒരു മുയലിൻ്റെ മുഖത്ത് കണ്ട് ഇങ്ങനെ സ്കിന്ന്, അതിൻ്റെ രോമമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. സ്കിന്നല്ല, അതിൻ്റെ രോമം പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എന്താണ് കാര്യം, എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ 2 പേരും നല്ല വിരൂപ്ലിയന്മാരായി ഇപ്പം. നോക്കിയേ, നമ്മൾ കഥ തുറക്കാൻ നോക്കി നിൽക്കുക 2. അവരുടെ പെല്ലറ്റ് നമുക്ക് അവരുടെ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം കണ്ടോണം 2 പേരും കൂടെ അവിടെ കിടന്നു കട്ടിയും കള. 2 കൂടെ അങ്ങ് ബഹളം. സ്ഥലന്താ വെക്കട്ടെ. പിന്നെ അവർക്ക് പച്ചിലകൾ, നമ്മുടെ പറമ്പിലുള്ള പച്ചിലകളെല്ലാം നല്ല ഇഷ്ടമാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കാം. കൂടുതൽ കൊടുക്കുന്തോറും നമുക്ക് ഇരട്ടി പണിയാക്കി വെക്കും അവർ. കുഴപ്പം അവരുടെ. നല്ലതുപോലെ വെള്ളവും കൊടുക്കണം അവർക്ക്. നഷ്ടം പോലെ വെള്ളവും കുടിക്കും കേട്ടോ അവർ. ഒരാളുടെ കൂടെ എല്ലാം പോകുന്നല്ലേ, എന്താണോ എന്തോ. ഇപ്പം നമ്മുടെ അമ്മണിക്കുട്ടി 4 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്തോ വേണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിർത്തണോ അതോ വിൽക്കണോ, ഇങ്ങനെ 2 ഇതിൽ നിൽക്കുകയാണ്. എന്താ വേണം എബിൻ പറയണം. എബിൻ പറയും മമ്മിക്ക് നോക്കാമെങ്കിൽ മമ്മി നിർത്തിക്കുമെന്ന് പറയില്ലേ. കുറേ നാളുകളിൽ നമ്മുടെ വീട്ടിലൊരു ആട്ടുംകുട്ടിയൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ ആട്ടുംകുട്ടിയും കൂടെ ഒക്കെ ഇനി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളും പച്ചക്കറികളെല്ലാം പോക്കി തരും. ശരി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ പിള്ളേരെല്ലാം അതെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, minisLifestyle.com. പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗ്സും പ്ലാന്റ്സും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 7 to 10 ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അവിടെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.